കെ.പി.സി.സിയും യൂത്ത് കോൺഗ്രസും ആഹ്വാനം ചെയ്ത വീടുകൾ സംബന്ധിച്ച് ഇനി തീരുമാനിക്കുന്നത് വയനാട് ജില്ലാ കമ്മിറ്റിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. വയനാട്ടിൽ കെ.പി.സി.സി പ്രഖ്യാപിച്ച 100 വീടുകളിൽ ഇതുവരെ ഭൂമി കണ്ടെത്താനോ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനോ കോൺഗ്രസിനായിട്ടില്ല. ഈ ചോദ്യത്തിനാണ് സണ്ണി ജോസഫിന്റെ വിചിത്ര മറുപടി. കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ മറ്റൊരു വിചിത്രവാദവുമായാണ് അദ്ദേഹം എത്തിയത്. പുനരധിവാസത്തിന് ആവശ്യമായ ഭൂമി വയനാട്ടിൽ ലഭ്യമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാർ കൈമാറുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഭൂമി കണ്ടെത്താനും ഗുണഭോക്താക്കളെ കണ്ടെത്താനും സർക്കാർ സഹകരിക്കുന്നില്ലെന്നാണ് കെ.പി.സി.സി അധ്യക്ഷന്റെ മുഖ്യ പരാതി. നേരത്തെ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് കെ.പി.സി.സി പിന്മാറിയിരുന്നു. സ്വന്തമായി ഭൂമി കണ്ടെത്തി നിർമ്മാണം നടത്തുമെന്നായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. കെ.പി.സി.സിയുടെ പ്രസിഡന്റ് ദുരന്തബാധിതരെ കൂടി അപമാനിക്കുന്ന തലത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളതെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആരോപിച്ചിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാരുമായി ഒരു ബന്ധവുമില്ലാതെ തങ്ങൾ ഭൂമി കണ്ടെത്തി വീട് നൽകുമെന്നായിരുന്നു കെ.പി.സി.സി പ്രഖ്യാപിച്ചിരുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ലോകോത്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമായി ചേരാതെ സ്വന്തം നിലയിൽ വീട് നിർമ്മിക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിൽ കെ.പി.സി.സി ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയാണ് എന്നും കെ റഫീഖ് അഭിപ്രായപ്പെട്ടു. ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ഉപയോഗിച്ച് അവർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരി ഭൂമി പോലും കണ്ടെത്താനോ അത് വാങ്ങാനോ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അവസാനം മലക്കം മറിഞ്ഞും ഉരുണ്ടും കളിക്കുകയാണ്. വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞത് പൊള്ളയായ വാഗ്ദാനമാണെന്ന് സമ്മതിക്കുന്നതാണ് ഇതിലും നല്ലതെന്നാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് പറയാനുള്ളത്. വയനാട്ടുകാരുടെ പേര് പറഞ്ഞ് പിരിച്ചുകൂട്ടിയ തുകയ്ക്ക് വില കൽപ്പിക്കാത്ത സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ചത് കൊണ്ടല്ല സാധാരണക്കാർ പിരിവ് നൽകിയത്, മറിച്ച് ദുരന്തമുഖം സമ്മാനിച്ച വേദനയും അവർക്ക് കിടപ്പാടം ഉണ്ടാവണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചതും കൊണ്ടാണ് കോൺഗ്രസിന് വലിയൊരു തുക പിരിച്ചെടുക്കാൻ പറ്റിയത്. വീട് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, അവർക്കായി പിരിച്ച തുകയെങ്കിലും നൽകിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വയനാട്ടുകാർ സ്വീകരിച്ചേനെ. ആളുകളുടെ ഇമോഷൻസ് മുതലെടുത്ത് പറ്റിച്ചു വഞ്ചിച്ച കോൺഗ്രസ് ഉരുണ്ടുമറിഞ്ഞാലും സർക്കാരിന്റെ തലയിലിട്ട് ഊരാൻ നോക്കിയാലും വയനാട്ടുകാർക്കിടയിൽ ഇതൊന്നും വിലപ്പോവില്ല എന്നാണ് അവർക്ക് പറയാനുള്ളത്.